കേരള ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം സർക്കാരിനും CPM-നും SFI-ക്കും അഴിയാക്കുരുക്കാവുകയാണോ? ശ്രീ പ്രതിൻ സാജ് കൃഷ്ണ, SFI എങ്ങനെ ഈ സമരത്തിൽ നിന്നും ഇനി പിന്നാക്കം പോകും? സർക്കാർ ഇന്ന് കേരള ലോ അക്കാദമിയിലെ സമരം തീർക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ ഒഴിഞ്ഞു നിൽക്കണം എന്ന കാര്യം മാനേജ്മെന്റിനെ അറിയിക്കുകയല്ലേ ചെയ്തത്? അതിനല്ലേ അക്കാദമി ഡയറക്ടറായ നാരായണൻ നായരെയും അദ്ദേഹത്തിന്റെ സഹോദരനായ കോലിക്കോട് കൃഷ്ണൻ നായരെയും AKG സെന്ററിലേക്ക് വിളിച്ചു വരുത്തിയത്? ഈ തുടക്കത്തിൽ SFIയുടെ സമരം ഇനി ഒരു കാരണവശാലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. SFI എടുത്ത മുദ്രാവാക്യം ആ പ്രിൻസിപ്പാളിനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ആ പ്രിൻസിപ്പാളിനെ ആ ക്യാമ്പസിനകത്ത് ആവശ്യമില്ല എന്നുള്ളതാണ്. SFIക്ക് അനുകൂലമായ നിലപാടാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? CPM-ന് അങ്ങനെ ഒരു നിലപാട് എന്തായാലും കാണുന്നില്ല, പ്രിൻസിപ്പൽ അവിടെ നിന്ന് മാറണം എന്ന്. CPM-ന്റെ നിലപാട് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി അതിനകത്ത് വന്നപ്പോൾ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു വന്നതാണ്. പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത് പോലും SFI ആവശ്യപ്പെടുന്ന ഈ കാര്യം, SFIയും ഒപ്പം മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുന്ന ഈ കാര്യം ഇതുവരെ CPM-ന്റെ ഒരു പ്രമുഖ നേതാവിൽ നിന്നും വന്നിട്ടില്ല. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന ആവശ്യം ഒരു CPM നേതാവും പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രിയാകട്ടെ ഒരു കാര്യവും ഇതേക്കുറിച്ച് മിണ്ടിയിട്ടുമില്ല. ഈ SFI ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻസിപ്പാളിന് ആ സമരത്തിനാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കമുള്ളവരെല്ലാം രംഗത്തെത്തിയിട്ടുള്ളത്. ഇനി പൊതുവിൽ അവർ എന്തുകൊണ്ട് ആ പ്രസ്താവന വ്യക്തമായി അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആൾ ഞാനല്ല. ഞാൻ SFIയുടെ നിലപാടുകളും SFIയുടെ ഭാഗമായി നിൽക്കുന്ന സമരത്തിന്റെ കാര്യങ്ങളും മുന്നോട്ട് വെച്ച് പറയേണ്ട വ്യക്തിത്വം. മാത്രമല്ല സിൻഡിക്കേറ്റിലെ CPM അനുകൂല പ്രതിനിധികൾ പോലും ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ആവശ്യത്തോട് അനുകൂല നിലപാടെടുക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമല്ലേ ഇന്നലെ കണ്ടത്? അതുകൊണ്ടല്ലേ സർക്കാരിലേക്ക് ഈ തീരുമാനം വിടുവാൻ അവർ അനുകൂലിച്ചത്? ഒരിക്കലുമല്ല. അതിനകത്ത് കൃത്യമായി വ്യക്തമാണല്ലോ. കഴിഞ്ഞ നാളുകളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. സ്റ്റാറ്റ്യൂട്ടിനകത്ത് ഇന്നലെയും ചർച്ചയിൽ പലപ്പോഴായി വന്നു പോയിട്ടുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടിനകത്ത് ആകെ പറഞ്ഞിട്ടുള്ളത് മാനേജ്മെന്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അഫിലിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എടുത്താൽ നടപടിയെടുക്കാൻ കഴിയുന്നത് മാനേജ്മെന്റിന് എതിരെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അനുകൂല വിധിയുമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും സിൻഡിക്കേറ്റിൽ തുടരുന്നത്. അതുപോലെ തന്നെ കോടതിയുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന, ഇടപെടാൻ കഴിയുന്ന ഒരു മാനേജ്മെൻറ്റാണ് അവിടെ നിലവിലുള്ളത്. ആ മാനേജ്മെൻറ്റിന് ഉറപ്പായിട്ടും തന്നെ ഈ വിധിയെ അല്ലെങ്കിൽ അതിജീവിച്ചു വരുവാനും ഈ പറഞ്ഞ നിലപാടുകളെ മാറ്റിത്തിരുത്തുന്നതിനും വേണ്ടി അവർക്ക് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് എല്ലാ ലൂപ്പോളുകളും അടച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു നടപടി സ്വീകരിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും അറിയാമല്ലോ, പ്രിൻസിപ്പാലിനെ രാജിവെപ്പിക്കാൻ സർവകലാശാലയ്ക്ക് കഴിയില്ല, സർക്കാരിന് കഴിയില്ല. പിന്നെ എന്തിനാണ് SFI ഈ സമരം തുടരുന്നത്? സമ്മർദ്ദത്തിലായ മാനേജ്മെന്റിന്, ഈ ക്യാമ്പസ് നടത്തിക്കൊണ്ടു പോകുന്ന മാനേജ്മെന്റിന് സ്വാഭാവികമായിട്ട് ആ നിലപാട് എടുപ്പിക്കുക എന്നുള്ളതാണല്ലോ ആ സമരത്തിന്. ശരിയാണ്. മഹേഷ് കക്കത്ത് കൂടി ചേരുകയാണ്. ശ്രീ മഹേഷ് കക്കത്ത്, ഇന്നലെ AIYF തുറന്നു പറഞ്ഞിരുന്നു ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയിലെ ചില അംഗങ്ങൾ, അതും CPM-ന്റെ അംഗങ്ങൾ നടത്തിയ നീക്കങ്ങൾ ശരിയായിട്ടില്ല എന്ന്. ഇത് തുറന്നു പറയാനുള്ള ആർജവം AIYF കാണിച്ചതാണ്. ഇന്ന് AIYF-ന്റെ നിലപാട് എങ്ങനെയാണ്? സർക്കാരിന് ഇടപെടാം, സമ്മർദ്ദം ചെലുത്താം, മാനേജ്മെന്റിനെ കൊണ്ട് പ്രിൻസിപ്പാലിനെ രാജിവെപ്പിക്കാം, പക്ഷേ ആ രീതിയിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാണുന്നുണ്ടോ? ഇക്കാര്യത്തിനകത്ത് ഓരോ ദിവസവും നിലപാട് മാറ്റേണ്ട സാഹചര്യം AIYF-ന് എന്തായാലും ഇല്ല. ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്നലെ ഒരു അവസരം സർവകലാശാല സിൻഡിക്കേറ്റ് കൃത്യമായി ഉപയോഗിക്കേണ്ടിരുന്ന ഒരു അവസരം അവർ ഉപയോഗിച്ചില്ല എന്നുള്ള വിമർശനം ഞാൻ ഇന്നും ഉന്നയിക്കുകയാണ്. പക്ഷേ അതിന് കാരണമുണ്ട് ശ്രീ മഹേഷ് കക്കത്ത്. അതിനിപ്പോൾ അല്പം മുമ്പ് SFIയുടെ സംസ്ഥാന താങ്കളെ ഖണ്ഡിക്കുകയല്ല. ഇപ്പോൾ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രതിൻ സാജ് കൃഷ്ണ തന്നെ പറഞ്ഞുവല്ലോ, നിയമപരമായി മാനേജ്മെന്റിനെ കുരുക്കിനാക്കാൻ തക്കവണ്ണമുള്ള ഒരു നടപടിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റിലെ CPM അംഗങ്ങൾ ഇങ്ങനെ പെരുമാറിയത്. അവർ നിയമപരമായി മാനേജ്മെന്റിന് അനുകൂലമായ ഒരു നിലപാടുണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ഉപസമിതിയും സിൻഡിക്കേറ്റിലെ CPM അംഗങ്ങളും ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന്. അല്ല, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റിന് മാത്രമല്ല, പ്രിൻസിപ്പാളിനെ കേരള സർവകലാശാലയുടെ അപ്രൂവലോട് കൂടിയാണ് ആ അക്കാഡമിക്കകത്ത് ലക്ഷ്മി നായർ പ്രിൻസിപ്പാളായിരിക്കുന്നത്. സ്വാഭാവികമായും സർവകലാശാല അപ്രൂവല് പിൻവലിക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചാൽ
അത് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് നോട്ടീസ് കൊടുക്കാൻ, അവരുടെ വാദം കേട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഒരു നിമിഷം അവർ ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്രൂവൽ സർവകലാശാല പിൻവലിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും അവർ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. സ്റ്റാറ്റ്യൂട്ടിൻ്റെ കാര്യം മാത്രമല്ല, സർവകലാശാലയ്ക്ക് അധികാരമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഒരു അവസരം ഈ സിൻഡിക്കേറ്റ് വിദ്യാർത്ഥികളുടെ വികാരമൊന്നും പരിഗണിക്കാതെ ആ അവസരം നഷ്ടപ്പെടുത്തി. ഇനി സർക്കാരിന് മുമ്പിലാണ്. സർക്കാർ ഈ അധികാരം ഉപയോഗിക്കണമെന്നാണ് AVF ആവശ്യപ്പെടുന്നത്. അപ്രൂവൽ കൊടുത്ത സർവകലാശാലയെ കൊണ്ട് ആ അപ്രൂവൽ പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് ഇരിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള അപ്രൂവൽ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ശക്തമായി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. ഇവരിപ്പം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായി വന്നിരിക്കുന്ന ഇന്നത്തെ വാർത്ത അവർ വെല്ലുവിളിക്കുകയാണ്. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഒറ്റക്കെട്ടായി വിദ്യാർത്ഥികൾ അവിടെ സമരത്തിലാണ്. അവരുടെ രക്ഷിതാക്കളെല്ലാം ആ സമരത്തെ പിന്തുണയ്ക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശരി, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ് ശ്രീ മഹേഷ് കക്കത്ത്. ഇനി അല്ല, താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ സർക്കാരാണ് ഇനി ആക്ട് ചെയ്യേണ്ടത്, സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് യഥാർത്ഥ നീക്കം ഉണ്ടാകേണ്ടതെന്ന്. ശരിയാണ്, സർവകലാശാല സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് എല്ലാ കാര്യവും. ആദ്യ ദിവസം ഇപ്പോൾ സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്ന നീക്കത്തെ എങ്ങനെയാണ് AYF കാണുന്നത്? AKG സെന്ററിലേക്ക് ഡയറക്ടറെയും അതുപോലെ തന്നെ ഡയറക്ടറുടെ അനിയനായ കോലിക്കോട് കൃഷ്ണൻ നായരെയും വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷമാണ് ഡയറക്ടർ ബോർഡ് പ്രഖ്യാപിക്കുന്നത് ലക്ഷ്മി നായർ ഈ പദവിയിൽ തുടരും എന്ന്. CPM എന്ത് സന്ദേശമായിരിക്കും ഡയറക്ടർക്കും കോലിക്കോട് കൃഷ്ണൻ നായർക്കും കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ നിർദ്ദേശം എന്തായാലും തള്ളിയിരിക്കുകയല്ലേ ഡയറക്ടർ ബോർഡ്? അവിടെ ഇന്ന് നടന്ന ചർച്ചയെ സംബന്ധിച്ചത് എനിക്ക് കാര്യങ്ങൾ അറിയില്ല. സ്വാഭാവികമായും ഇതിനകത്ത് ഗവൺമെൻറ്, ഇതിൻ്റെ ചാൻസലർ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കുകയാണ്. ഈ ഗവൺമെൻറ് ഇതിനകത്ത് വിദ്യാർത്ഥികളുടെ വികാരങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അവരുടെ ആവശ്യം അംഗീകരിക്കുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ സമരത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇതാണ് ഇനിയുള്ള നമ്മുടെ മുന്നിലുള്ള വഴിയെന്ന് പറയുന്നത്. അതല്ലാതെ ഇവരുടെ ധിക്കാരത്തെ ഭയന്നുകൊണ്ട് ആര് തീരുമാനിച്ചാലും ഞങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് മാറില്ല, ഞാൻ ഈ സ്ഥാനത്ത് ഒഴിയില്ല എന്ന് അങ്ങനെ പ്രഖ്യാപിച്ച് പോകാൻ വേണ്ടി പറ്റില്ല. അവരൊഴിവാക്കാനുള്ള സാധ്യതകളുണ്ട്. ആ വഴികൾ തേടണം. ഗവൺമെൻറ് ആ നിലയിലുള്ള ഇടപെടലാണ് നടത്തേണ്ടതെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കേരള ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ സഹോദരനും ഫാക്കൽറ്റി അംഗവും മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ കൂടി ചേരുകയാണ്. ശ്രീ നാഗരാജ് നാരായണൻ, ഇന്ന് AKG സെന്ററിൽ പോയത് ഈ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം തേടിക്കൊണ്ട് തന്നെയല്ലേ? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി തന്നെയല്ലേ ഇന്ന് AKG സെന്ററിൽ പോയത്? CPMന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം താങ്കൾക്ക് പറയാൻ കഴിയുമോ ഈ ചർച്ചയിൽ? CPM പാർട്ടിയുടെ നിർദ്ദേശം പറയാൻ തീർച്ചയായിട്ടും കഴിയില്ല. കാര്യം അവിടെ നടന്ന ചർച്ചയിൽ ഞാൻ ഭാഗമാക്കായിരുന്നില്ല. ഞാൻ അവിടെ ചെന്നിരുന്നെങ്കിലും ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതെന്താണ് ചർച്ച എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ മാനേജ്മെൻറ്റ് നേരത്തെ ഗവർണിംഗ് കൗൺസിലും എക്സിക്യൂട്ടീവും ചേർന്നുകൊണ്ട് എടുത്തൊരു തീരുമാനമുണ്ട്. കാര്യം ഇതൊരു റോങ് പ്രീസിഡൻ്റാണ്. കേരളത്തിലുള്ള ഒരു പ്രിൻസിപ്പളിനും അങ്ങനെയാണെങ്കിൽ തുടരാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ സമരം ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് ഒരു പ്രിൻസിപ്പൾ രാജിവെക്കുകയാണെങ്കിൽ ഒരു പ്രിൻസിപ്പളിനും ഒരിടത്ത് ഡിസിപ്ലിൻ ആക്കാനോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് കൺട്രോൾ ചെയ്യാനോ കഴിയില്ല. അതേസമയം ഇതിനെ സംബന്ധിച്ചുള്ള എന്ത് പരാതി ഉണ്ടെങ്കിലും അതെല്ലാം തീർക്കാമെന്നും എല്ലാ ചർച്ചകൾ ചെയ്യാമെന്നും, ഇപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റായി പോയി എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അത് ലിബറലാക്കാൻ തയ്യാറാണെന്നും ഒക്കെ പ്രിൻസിപ്പൽ വളരെ സന്നിഗ്ധമായി വിദ്യാർത്ഥികളെ അറിയിക്കുകയും അന്ന് നമ്മളെല്ലാം പറഞ്ഞതാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊരു പ്രിൻസിപ്പൽ രാജിവെക്കണം എന്നുള്ളൊരു അജണ്ടയായിട്ട്, ഒരു സിംഗിൾ പോയിൻ്റ് അജണ്ടയായിട്ട് പോവുകയാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂസ് എല്ലാം തന്നെ എന്തൊക്കെയാണ്, ബേസിക് ഇഷ്യൂസ് ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഇഷ്യൂസും അതെല്ലാം പരിഹരിക്കാൻ നമ്മൾ തയ്യാറാണ്. എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഒരു ഇഷ്യൂ പോലും പരിഹരിക്കാൻ തയ്യാറാവാത്ത ഒരു ഇഷ്യൂ ഇല്ല. ഇത് ഈ കോളേജിൻ്റെ 4 ചുവരുകൾക്ക് ഉള്ളിൽ നിന്ന് തീർക്കേണ്ട ഒരു വിഷയം ഇത് ആവശ്യമില്ലാതെ ഇത് വളരെ പർവ്വതീകരിച്ച് അതിനെ വലുതാക്കി ഇതിനെ ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ആക്കി എടുത്തിരിക്കുകയാണ്. ശ്രീ നാഗരാജ് നാരായണൻ, പക്ഷേ ഒരു റിപ്പോർട്ട്, ഉപസമിതിയുടെ റിപ്പോർട്ട്, സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് കൈവശം ഇരിപ്പുണ്ട്, സിൻഡിക്കേറ്റിന്റെയും സർക്കാരിന്റെയും. ഈ റിപ്പോർട്ടിൽ കോളേജിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്, പ്രിൻസിപ്പാളിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. നിയമം അനുസരിച്ചുകൊണ്ടാണ് സർവകലാശാല ശുപാർശ ചെയ്യുന്നതിൽ മാനേജ്മെന്റിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാനേജ്മെന്റിനോടും ശുപാർശ ചെയ്തിട്ടുണ്ടല്ലോ പ്രിൻസിപ്പാളിനെ മാറ്റി നിർത്തണം എന്ന കാര്യം. സർക്കാരിനോട് മാത്രമല്ലല്ലോ ഈ ശുപാർശ വന്നിട്ടുള്ളത്. ഈ ശുപാർശ അംഗീകരിക്കേണ്ട കടമ മാനേജ്മെന്റിനുള്ളതാണല്ലോ. അതോ നിയമപരമായ വഴികളിലൂടെ നീങ്ങുകയാണോ ഇനി? അല്ല, ഇത് ഈ റിപ്പോർട്ട് 5 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഈ റിപ്പോർട്ടിൻ്റെ അകത്ത്
ഇതിൻ്റെ അകത്ത് കണ്ടെത്തലുകൾ മാത്രമേ ഉള്ളൂ, ഫൈൻഡിങ്സ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു റീസണും പറഞ്ഞിട്ടില്ല, ഒരു കാരണവും പറഞ്ഞിട്ടില്ല. എന്ത് തെളിവാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് സാക്ഷി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കണ്ടെത്തലുകളിൽ എത്തിയിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരോപണങ്ങളെല്ലാം കണ്ടെത്തലുകളായി മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, സ്വാഭാവിക നീതിയുടെ ഒരു കണിക പോലും ഇല്ലാത്തൊരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥികളുടെ മാത്രമല്ലല്ലോ, മാനേജ്മെന്റിന്റെയും വാദം കേട്ടതാണല്ലോ, സിൻഡിക്കേറ്റ് ഉപസമിതി പ്രിൻസിപ്പാളിന്റെയും വാദം കേട്ടതാണ്. എല്ലാവരുടെയും വാദം കേട്ട ശേഷം സിൻഡിക്കേറ്റ് ഉപസമിതി ഒരു തീരുമാനത്തിൽ എത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടാകട്ടെ സിൻഡിക്കേറ്റ് അംഗീകരിച്ചതാണ്, സർക്കാർ നൽകാൻ പോവുകയുമാണ്. അല്ല, ഇത് തെറ്റായ ഒരു വാദമാണ്. ഈ പറഞ്ഞതെല്ലാം തെറ്റാണ്. കാര്യം മാനേജ്മെൻറ്റിലെ ഒരാളെ പോലും കേട്ടിട്ടില്ല. പിന്നെ പ്രിൻസിപ്പളിനെ കേട്ടു എന്ന് പറയുന്നത് വളരെ ഒരു ഫോർമാലിറ്റി ആയിട്ട് പ്രിൻസിപ്പളിനെ, പ്രത്യേകിച്ച് പ്രിൻസിപ്പൾ പറയാനുള്ള എന്തൊക്കെ മാത്രമേ പറഞ്ഞുള്ളൂ. പ്രിൻസിപ്പളിനെതിരെ കിട്ടിയ എവിഡൻസ് എന്താണെന്നോ, പ്രിൻസിപ്പളിനെതിരെയുള്ള ആരോപണം എന്താണെന്നോ, ഇതൊന്നും പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടല്ല തെളിവെടുത്തിരിക്കുന്നത്. അല്ല, പ്രിൻസിപ്പലിനെതിരെ കിട്ടിയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്നെയല്ലേ പ്രിൻസിപ്പാളിൽ നിന്നും തേടിയത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടാത്തതിനാൽ കുട്ടികളുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ഉപസമിതി ഈ റിപ്പോർട്ട് തയ്യാറാക്കി സിൻഡിക്കേറ്റ് മുൻപാകെ വെച്ചത്. ശ്രീ നാഗരാജ്, ശ്രീ ഷാജഹാൻ, സിൻഡിക്കേറ്റ് ഉപസമിതി മാനേജ്മെന്റിനെ കേട്ടില്ല എന്ന വാദം ശരിയാണോ? അല്പസമയത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് ഉപസമിതിയിലെ അംഗമായ അഡ്വക്കേറ്റ് എ റഹീം കൂടി ചേരും. അദ്ദേഹം വരുന്നതിന് മുൻപ് താങ്കൾക്കും കൂടി ബോധ്യമുള്ള ഒരു കാര്യമാണല്ലോ, മാനേജ്മെന്റിനെയും പ്രിൻസിപ്പാളിനെയും കേട്ടുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്? അല്ല മഞ്ജുഷ്, എനിക്ക് ഈ നാഗരാജ നാരായണനുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയാനുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം പറയണോ അതോ മഞ്ജുഷിന്റെ ചോദ്യത്തിന് ആദ്യം? അല്ല, ചോദ്യത്തിന് ഉത്തരം പറയും, അതിനുശേഷം മറ്റു ചർച്ചകൾ. അതായത് ഈ റിപ്പോർട്ടിൽ ലക്ഷ്മി നായരെ വിശദമായി കേട്ടിട്ടുണ്ടെന്നും അവരോട് വിദ്യാർത്ഥികളുടെ ആക്ഷേപങ്ങളെല്ലാം പറഞ്ഞുവെന്നും ആ ആക്ഷേപങ്ങളെല്ലാം കേട്ട അവർ ആ ആക്ഷേപങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നുവെന്നും വളരെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സീനിയർ അഭിഭാഷകനായിട്ടുള്ള നാഗരാജ നാരായണൻ അത് കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നാഗരാജ നാരായണൻ ഇതിനകത്ത് ഈ സ്വാഭാവിക നീതിയുടെ ലംഘനം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. നാഗരാജ നാരായണൻ്റെ അത്രയും നിയമപാണ്ഡിത്യം എനിക്കില്ലെങ്കിൽ ഒരു നിയമ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, സുപ്രീം കോടതി പല വിധികളുണ്ട് പൊതുതാൽപര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ മറുഭാഗത്തിൻ്റെ വാദം കേൾക്കാതെ പോലും തീരുമാനങ്ങൾ എടുക്കാമെന്നുള്ള വിധിന്യായങ്ങൾ സുപ്രീം കോടതി പല വിധികളിലും പറഞ്ഞിട്ടുണ്ട്. മറുഭാഗത്തിന്റെ വാദം കേട്ട ശേഷം മറുഭാഗത്തിന്റെ വാദം കേട്ടുവെന്ന് മാത്രമല്ല, കേട്ടതിനെ തുടർന്ന് ലക്ഷ്മി നായർ ആ ആക്ഷേപങ്ങൾ മുഴുവൻ നിഷേധിക്കുകയായിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലക്ഷ്മി നായരെ കേട്ടത് ആദ്യം നാഗരാജ നാരായണൻ കേട്ടില്ല എന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടത് മുഴുവൻ ഫോർമാലിറ്റി ആണെന്ന് അദ്ദേഹം പറഞ്ഞു. മാനേജ്മെന്റിന്റെ വാദം കേട്ടില്ല എന്നാണ്, പ്രിൻസിപ്പാളിന്റെ വാദം കേട്ടു, പക്ഷേ അത് കൃത്യമായി കേട്ടില്ല. ഈ ആരോപണങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന കാര്യവും അതിന്റെ തെളിവുകളും നൽകിയില്ല എന്നാണ്. അല്ല, ലക്ഷ്മി നായരോട് ഈ ആക്ഷേപങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന പോലെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത്. അവർ ഇന്ന കാര്യത്തിൽ തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ ഹോസ്റ്റലിൽ പിന്നെ 2 ക്യാമറ വെച്ചത് പ്രൈവസിക്കെതിരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുട്ടികളോട് മോശമായി പെരുമാറുന്ന സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഇൻറ്റേർണൽ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ മകനെ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് കൂട്ടിക്കൊടുത്തത് ഉൾപ്പെടെ ഒട്ടനവധി തെളിവുകൾ പിന്നെ സിൻഡിക്കേറ്റ് ഉപസമിതി ലക്ഷ്മി നായരുടെ മുന്നിൽ വെച്ചു. അതെല്ലാം ലക്ഷ്മി നായർ നിഷേധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിന്ന് 5 വർഷക്കാലം അവരെ ഡീബാർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉപസമിതി തീരുമാനിച്ചതായിട്ട് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ലക്ഷ്മി നായർ പ്രിൻസിപ്പൾ ആണെങ്കിലും ലക്ഷ്മി നായരുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ നാരായണൻ നായർ, കോലിക്കോട് കൃഷ്ണൻ നായർ, പിന്നെ നാഗരാജ നാരായണൻ, ലക്ഷ്മി നായർ, ഇവരെല്ലാവരും ആണല്ലോ അതിനകത്ത് ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. ആ ഗവേണിംഗ് ബോഡിയിലൊരു നിർണായക അംഗമാണ് ലക്ഷ്മി നായർ. ലക്ഷ്മി നായർ പ്രിൻസിപ്പളാണ്, മാനേജ്മെന്റ് അല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് കഴിയുമോ? അഡ്വക്കേറ്റ് നാഗരാജ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇങ്ങനെ എയ്ഡഡ് കോളേജുകളിലും സ്വാശ്രയ കോളേജുകളിലും ഒക്കെ പ്രിൻസിപ്പാൾമാർക്കെതിരെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് നടപടി ഉണ്ടാകില്ല എന്ന് പറയാറായിട്ടില്ല. 2013 തന്നെ അസീസിയ കോളേജ് പ്രിൻസിപ്പാളിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ നടപടി ഉണ്ടാകാത്തതിന് കാരണം സർവകലാശാല യഥാർത്ഥ വഴിയിൽ കൂടി ചെയ്തതാണെന്ന് നമ്മൾ കരുതുകയാണ്. കാരണം അത് ശുപാർശയായിട്ട് മാനേജ്മെന്റിന് നൽകുന്നു. ആ മാനേജ്മെന്റ് പ്രിൻസിപ്പാളിനെതിരെ നടപടി എടുക്കാത്തത് പ്രിൻസിപ്പാൾ മാനേജ്മെന്റിന്റെ ആളായതുകൊണ്ടാണ്. ഇതല്ലേ ശരി? ശ്രീ ഷാജഹാനും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ല, ഇതിൻ്റെ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ